സോ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനാണെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ടൊരു വണ്ടി വന്നിട്ടുണ്ട്, ഒരു ബൈക്ക്. അപ്പോൾ അത് കറക്കി എടുക്കാനാണ് ഇന്നത്തെ പ്ലാൻ. കാര്യം പറഞ്ഞാൽ എൻ്റെ ഇപ്പോൾ 27,808 ഡയമണ്ട് കയ്യിലിരിപ്പുണ്ട്. സോ ഇത് വെച്ച് നമുക്ക് ഈ വണ്ടി ഇത് വെച്ചല്ല, ഇത് 3500 ഡയമണ്ടിൻ്റെ ബൈക്ക് കിട്ടും. ഇതിപ്പോൾ എടുക്കുന്നില്ല, കാണാൻ ലുക്കുണ്ട്. പക്ഷേ എനിക്ക് വേറൊരു വണ്ടി എടുക്കണം, അതിന് വേണ്ടിയിട്ട് ഈ ഡയമണ്ട് കൂട്ടിച്ചേക്കുന്നതാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബൈക്കാണ് വേണ്ടത്. നമുക്ക് ഫസ്റ്റ് സ്പിന്നും ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സ്പിന്നിൽ നമുക്കൊന്നും കിട്ടിയില്ല. കുറച്ച് സാധനം ഗണ്ണിൻ്റെ ബുള്ളറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. വണ്ടി മാക്സ് ആക്കാനുള്ള ടോക്കണും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഗോൾഡും പിന്നെ ഗണ്ണൊക്കെ കിട്ടിയുള്ളൂ, അല്ല വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല. അടുത്ത സ്പിന്നിൽ ഗൈസ് അങ്ങനെ നമുക്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ. ലക്കിന് സാധനം കിട്ടിയിട്ടുണ്ട് നമുക്ക്. കഷ്ടകാലത്ത് ഞാനത് സ്കിപ്പ് ഓടിച്ച് കളഞ്ഞു. എനിക്ക് കിട്ടിയത് സത്യം പറഞ്ഞാൽ കാണാൻ പറ്റിയില്ല. ഞാൻ ആ മേളിൽ നോട്ടിഫിക്കേഷൻ വന്നപ്പോഴാണ് ഞാൻ കണ്ടത് തന്നെ ഗൈസ്. അപ്പം നമ്മുടെ ഗ്യാരേജിലെ വണ്ടി ഇതാണ് സാധനം. ഡ്യൂക്കിൻ്റെ KTMൻ്റെ ഏതോ ഒരു മോഡൽ ബൈക്കാണ്. പക്ഷേ ഇത് നമ്മൾ കവാസക്കി KLX 230 ആക്കാനാണ് പ്ലാൻ ഗൈസ്. അപ്പോൾ ഇത് നേരെ ഇതൊന്നും ടയറിൻ്റെ അവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. സസ്പെൻഷൻ കൂട്ട് കുറയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ. വലിയ കാര്യമായിട്ടൊന്നും ഇല്ല എന്നാലും ഗൈസ്. അപ്പോൾ ഇനി നമുക്കിന്ന് ഈ വണ്ടിയിൽ നിന്ന് ഇറക്കി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതായത് നമുക്ക് ഈ വണ്ടിയുടെ സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം. ഈ സർവറൊക്കെ എവിടെയാണ്? കുറേ സർവർ ഇത് നമുക്കിനി ഈ ഒരു സർവർ എടുക്കണം. ആൾക്കാർ കുറഞ്ഞ സർവറിൽ പോയാൽ മതി. നല്ല ലാഗുണ്ട് കേട്ടോ ഗെയിം. ഇത് ഗെയിം ഏതാണെന്ന് കുറേ പേരിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇത് മാഡ് ഔട്ട് 2 എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. സത്യം പറഞ്ഞാൽ നല്ല ഗ്രാഫിക്സ് ഉള്ള ഗെയിമാണ്. നല്ല ഗ്രാഫിക്സ് പറഞ്ഞാൽ മൊബൈലിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ഹൈ ഗ്രാഫിക്സ് ഉള്ള ഗെയിമാണെന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം ഞാൻ ഒരു സാമ്പിൾ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. സത്യം പറഞ്ഞാൽ ഇത് സത്യം പറഞ്ഞാൽ വലിയ ഗ്രാഫിക്സ് ഇല്ല. കാരണം ഇത് എൻ്റെ ഫോണിൽ എടുത്തുകൊണ്ട് അത്ര ഗ്രാഫിക്സ് ഇല്ല. പക്ഷേ എൻ്റെ കൂട്ടുകാരൻ്റെ ഫോണിൽ എടുത്ത് എൻ്റെ പൊന്ന് കണ്ണ് തള്ളിപ്പോയി. ഒറിജിനാലിറ്റി വണ്ടിയുടെ എല്ലാ പാർട്സും ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഇവർ സെറ്റ് വെച്ചിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ നമുക്കാണെങ്കിൽ ഇതിനൊരു സൗണ്ട് കേൾക്കാം. പിന്നെ ഈ ഒരു ഗെയിമിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെപ്പോലുള്ള ലോ ഇൻ്റെ ഡിവൈസ് പ്ലേയേഴ്സിന് ഞാനിത് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. കാരണം നല്ല ലാഗാണ്. അത്യാവശ്യം നല്ലൊരു പ്രൊസസ്സറൊക്കെ ഉള്ള ഫോണാണെങ്കിൽ സെറ്റായിട്ട് കളിക്കാൻ പറ്റും. പിന്നെ ഇതിനകത്ത് ഇന്ത്യൻ സർവറിൽ ഫുള്ള് മലയാളികൾ മാത്രമേ ഉള്ളൂ. ഈ ഒരു ഗെയിമിൻ്റെ എന്നാ പറയണ്ടേ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോ ഇൻ്റെ ഡിവൈസ് കളിക്കുമ്പോൾ നല്ല ഗ്ലിച്ചും കുറേ ബഗ്ഗൊക്കെ ഉണ്ടാവും, മൈക്ക് ബഗ് ഉണ്ടാവും, കുറേ പ്രശ്നങ്ങളുണ്ട്. അവർ അത്യാവശ്യം ഹൈ എൻഡ് ഡിവൈസൊക്കെ എടുക്കുവാണെങ്കിൽ, നല്ല പ്രൊസസ്സറൊക്കെ ഫോൺ എടുക്കുവാണെങ്കിൽ സീനായിട്ട് നല്ല സ്മൂത്തായിട്ട് എല്ലാം സെറ്റായിട്ട് കളിക്കാൻ പറ്റും. പിന്നെ അടിപൊളി. എൻ്റെ വണ്ടിയുടെ ടയർ പൊട്ടിച്ചേരാണ്ട് ഏതോ പടുവനടിച്ച് പൊട്ടിച്ച്. അപ്പം ഞാൻ ഈ വണ്ടിയുടെ സൗണ്ട് നിങ്ങൾക്ക് ഒന്ന് കേൾപ്പിച്ചു തരാവേ. നേരെ പോയി ഏതോ ഒരു കടയുടെ മുന്നിലങ്ങ് പോയി കുത്തിക്കറിയിരുന്നു ഗൈസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഗെയിമിലെ വണ്ടികളുടെ സൗണ്ടൊക്കെ ഒരു രക്ഷയില്ലാത്തൊരു സൗണ്ടാണ് കേട്ടോ. പിന്നെ എന്നെ പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ലാഗാണ് എൻ്റെ ഫോണിൽ ഈ ഒരു ഗെയിം. അങ്ങനെ കഷ്ടപ്പെട്ടൊക്കെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഗൈസ്. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണാം. ഓക്കെ, ബൈ.